മറ്റ് വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. ഇടുക്കിയിലെ ഹരിത വൈദ്യുതോർജ്ജ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വൈദ്യുതി വകുപ്പ് പദ്ധതി ഒരുക്കുന്നു. രാമക്കൽമേട്ട് കാറ്റ് സോളാർ പദ്ധതികളിലൂടെ ഇടുക്കി ജലാശയത്തിന്റെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചും 430 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദനത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് രാമക്കൽമേട് നെടുങ്കണ്ടം. കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ 80 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുമെന്നാണ് അനർട്ടിന്റെ റിപ്പോർട്ട്. 180 ഏക്കറോളം ഭൂമിയും ഇവിടെയുണ്ട്. നിലവിൽ പുതുതായി സ്ഥാപിച്ച 1.25 മെഗാവാട്ട് ആകെ ശേഷിയുള്ള 5 യന്ത്രങ്ങളിൽ നിന്നുൾപ്പെടെ 16.5 മെഗാവാട്ടാണ് ആകെ ഉൽപാദനം. രാമക്കൽമേട്ടിലെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം ഉടുമ്പൻചോല, ചതുരംഗപ്പാറ മേഖലകളിലെ സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തും. ആമക്കല്ലിലെ സോളാർ പ്ലാന്റ് വിപുലീകരിച്ച് 50 മെഗാവാട്ടും ഇടുക്കി ജലസംഭരണിയിൽ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് 300 മെഗാവാട്ടും ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യം. രാമക്കൽമേട്ടിലെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദന സാധ്യതയായി പറയുന്നത് 80 മെഗാവാട്ടാണ്. ഇവിടെ സർവേ കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇവിടെ തന്നെ സൗരോർജ്ജ ഉൽപ്പാദനം 50 മെഗാവാട്ട് പദ്ധതിക്കുള്ള സാധ്യതയുണ്ട്. ഇടുക്കി ജലസംഭരണിയിൽ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് 300 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ളതും സാധിക്കും. ഇത്തരത്തിൽ ആകെ 430 മെഗാവാട്ട് ഹരിത ഊർജ്ജ ഉൽപാദന സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇതിലൂടെ 130 മെഗാവാട്ടിന്റെ പ്രസരണശേഷി സ്ഥാപിച്ചുകൊണ്ട് കേരള ഗ്രിഡിലേക്ക് കൂടുതൽ ഹരിത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ലഭിക്കുവാൻ സാധിക്കുന്നതാണ്. അനർട്ടിന്റെ മേൽനോട്ടത്തിൽ രാമക്കൽമേട് പവർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭാഗമായ 5 സ്വകാര്യ സംരംഭകരാണ് പുതിയ 5 കാറ്റാടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. 250 കിലോവാട്ട് വീതം ശേഷിയുള്ള 3 യന്ത്രങ്ങൾ കൂടി ഉടൻ സ്ഥാപിക്കും. രാമക്കൽമേടിന്റെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തി കൂടുതൽ കാറ്റാടികൾ സ്ഥാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ 1 മാസത്തിനുള്ളിൽ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. ഉദ്ഘാടന യോഗത്തിൽ ഉടുമ്പൻചോല MLA MM മണി അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.